Determinants of firm supply. Firmസിൻ്റെ സപ്ലൈ കർവ് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. We know that supply curve is a part of its marginal cost curve. Marginal cost curve ഒരു പാർട്ടാണ്. Therefore, any factor that affects a firm's marginal cost is a determinant of its supply curve. അപ്പോൾ സപ്ലൈ കർവിനെ മാർജിനൽ കോസ്റ്റിനെ ബാധിക്കുന്ന ഏതൊരു ഫാക്ടറും സപ്ലൈ കർവിനെയും എഫക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം ഏതെല്ലാമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സപ്ലൈ കർവ്? First one is price of the commodity, second technology of production, third input cost, and fourth unit tax. ഇപ്പോൾ നാല് ഫാക്ടേഴ്സാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ടെക്നോളജി, ഇൻപുട്ട് കോസ്റ്റ് ആൻഡ് യൂണിറ്റ് ടാക്സ്. അപ്പോൾ നമുക്കിന്ന് ഓരോന്നും നോക്കാം കേട്ടോ. First one, let us study about the price of the commodity. This is the most important factor determining supply of a commodity. Okay, there is a direct or positive relation between price and quantity supplied. When price rises, supply rises and vice versa. അപ്പോൾ പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. ഇതാണ് ഒരു ഡിറ്റർമിനൻറ്റ്. സെക്കൻഡ് ഈസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഒരു ടെക്നോളജിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരികയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കോസ്റ്റ്? വി നോ ദാറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ഡിക്ലൈൻ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇഫ് കോസ്റ്റ് റെഡ്യൂസസ് the firm can supply more commodities, so the firm can produce more units of output. Okay, അപ്പോൾ ഇതാണ് വേറൊരു ഫാക്ട്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സോ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഷിഫ്റ്റ് ദ സപ്ലൈ കർവ് ഓഫ് ദ ഫേം ടു ദ റൈറ്റ് സൈഡ്. സപ്ലൈ കർവിനെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നു. എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ദി ഫേം ക്യാൻ നൗ സപ്ലൈസ് മോർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ഇനി നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഇൻപുട്ട് പ്രൈസസ്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. ഇപ്പോൾ റോ മെറ്റീരിയൽസ് വേണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം, ഇതെല്ലാം വേണം അല്ലേ. അപ്പോൾ ഈ ഇൻപുട്ട് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ സപ്ലൈ വിൽ ഡിക്രീസ്. ഓക്കെ, ഇഫ് പ്രൈസ് ഓഫ് ഇൻപുട്ട് increases, supply will decrease. If price of input decreases, supply will increase. So there is an inverse relationship between input price and supply. Next is unit tax. Unit tax എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ഒരു ആ പ്രോഡക്റ്റിന്മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് ഇമ്പോസസ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സിനെയാണ് യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് ടാക്സ് 2 ആണെന്ന് വിചാരിച്ചു. ആ ഫേം ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ടാക്സ് എത്ര കൊടുക്കേണ്ടി വരും? 10 × 2 ദാറ്റ് ഈസ് 20. അപ്പോൾ യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി സപ്ലൈ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ വിൽ ഇൻക്രീസ്. അപ്പോൾ യൂണിറ്റ് ടാക്സും സപ്ലൈയും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ പ്രൈസാണ്. ആൻഡ് വി നോ ദാറ്റ് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻ. Price increases, supply increases. Okay, so the relationship between this price and supply is known as law of supply. It states that when other factors remains the same, when the price of a commodity rises, the supply increases and vice versa. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെക്നോളജി, ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടാക്സ്, ഒക്കെ അതിന് അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതർ ഫാക്ടേഴ്സിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ സപ്ലൈ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അടുത്ത സപ്ലൈ ഫംഗ്ഷൻ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ച പോലെ തന്നെ സപ്ലൈ ഫംഗ്ഷൻ. സപ്ലൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, ദാറ്റ്സ് ഓൾ. സോ എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ സപ്ലൈ കർവിലേക്ക് നോക്കിയാണ്. സപ്ലൈ കർവ് പ്രത്യേകത വി നോ ദാറ്റ് ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ price and supply. So the supply curve always slopes upward from left to right. The positive slope indicates the direct relationship between price and quantity supplied. And diagram തന്നിരിക്കുന്നു. ഫസ്റ്റ് ഡയഗ്രാം ഈ തന്നിരിക്കുന്ന ഡയഗ്രാം കോസ്റ്റ് കർവിൽ നിന്ന് നമുക്കറിയാം. കോസ്റ്റ് കർവ് അല്ലേ, എം സി കർവ് ആണ്. ദിസ് ഇസ് എ എം സി കർവ്. ഈ എം സി കർവ് നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് സപ്ലൈ കർവ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്സിലേക്ക് ഈ ഡയഗ്രാം വരയ്ക്കേണ്ട. നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രാം ദിസ് വണ്ണാണ്. ഓക്കെ, ഈ ഡയഗ്രാം വരയ്ക്കുക കേട്ടോ. ഇത്രയും ഭാഗം വരച്ചാൽ മതി. സപ്ലൈ. ഓക്കെ, താങ്ക് യു.